എന്നിട്ട് ചെറിയ ട്രിപ്പ് പോകാൻ പോവാണ്. കരിയാത്തമ്പട കക്കയം രണ്ടും കൂടെ ഒരുമിച്ച് ട്രിപ്പ് വിടാനുള്ള പ്ലാൻ ഇട്ടതാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സുകളാണ്. ഇന്നലെ തീരുമാനിച്ചു കഴിഞ്ഞു. കുറേയായി വിചാരിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. വർക്കിംഗ് ഡേ ഉണ്ട്, ആർക്കും അങ്ങനെ വരാൻ പറ്റിയില്ലെന്ന്. ബാക്കി ഫ്രണ്ട്സുകളെ കൂട്ടാൻ പോകണം. അവിടെ കൂട്ടിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ, കരിയാത്തമ്പടത്ത് കക്കയത്തേക്കും പോകാൻ വേണ്ടിയിട്ട്. ഇനി നേരെ ഞോരെ കൂട്ടാൻ പോവാം. പക്ഷെ ഇതിലല്ല പോകുന്നത്, നമ്മൾ മറ്റേ കാട്ടിലാണ് പോകുന്നത്. ബാക്കോട്ട് അടിക്കണം ഫസ്റ്റ്. ഈ വണ്ടി കൊണ്ട് നമ്മൾ കരിയാത്തമ്പട ട്രിപ്പ് പോകുന്നത്. ഭക്ഷണം കൊടുക്കേണ്ടി വന്നതാണ് പോകുന്നതിന് മുമ്പ്. നായ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് നേരെ പോവാം. ട്രിപ്പ് പോകാൻ വേണ്ടി ഞങ്ങളുടെ ഡേ എല്ലാവരും ഒന്നിച്ച് ചേർന്നുണ്ട്. സീറിഞ്ചതാ, വിഷ്ണുതാ, ഞങ്ങൾ 5 പേരാ ഉള്ളത്. നോക്ക ബാക്ക് ഓക്കെ അപ്പൊ നമ്മളെല്ലാരും ഇതാ പോവാണ്. ഒരാള് മിസ്സിംഗ് ഉണ്ട്. അജയ്. ഇതാണ് 5 രൂപ പഠിച്ച സ്കൂള്. 5 മാത്രമല്ല എല്ലാരും പഠിച്ച 5 രൂപ പഠിച്ച സ്കൂള്. അവിടെ ഇയാളൊക്കെ എന്തോരും എല്ലാരും കാണിച്ചെടുക്കണം. പെട്രോൾ അടിച്ചോണ്ടിരിക്കുക. ശ്രീധന്റാണ് ക്യാമറമാൻ. പെട്രോൾ അടിച്ച് കഴിഞ്ഞു. പെട്രോൾ അടിച്ച് പുറത്തേക്ക് പോവാണ്. കക്കയം ലക്ഷ്യമാക്കിയിട്ട്. ഫ്രണ്ട് ലിപ്പ് തട്ടുന്നതിനെ കൊണ്ട് ചരിച്ചൊക്കെ എടുക്കുന്നുണ്ട്. നല്ല വെയിലാണല്ലോ, അറിയൂലല്ലോ. ഇന്ന് വായന്നും വെയിലായി. അവിടേക്ക് മഴ മതിയേനു. ഇത് ഒറ്റ മൈൻഡ് നോക്കിട്ട് ട്രിപ്പും പോയി, മഴയുമില്ല. ഒരാൾ സ്റ്റേഡിയം കളിച്ചാൽ ലിപ്പ് പോയിന്നാ തോന്നുന്നത്. ഇടപെടൽ ഡൗട്ട് ATM നോക്കിക്കേ. ഏതാണ് SBI? ശരിക്കും ബാലുശ്ശേരി വഴി പോകുന്ന കുറച്ചുകൂടി നല്ല റോഡ് പോകുന്നുണ്ടല്ലേ? പുതിയ റോഡ് ഇതിലെ പോയിട്ട് അതിലെ അവിടെ ഒരു ATM ഉണ്ടല്ലോ, ഇന്ത്യ ATM. റൈറ്റ് സൈഡിലാണ്, അത് പൂട്ടിയിട്ടതാ.
ATM കയറാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. ATM പോയിട്ടുണ്ട് അവര്. വെറുതെ ഒന്നായില്ല. എങ്ങനെ വെയില മരിച്ചു അതൊക്കെ എടുക്കുന്ന തോന്നുന്നു അതിലൊക്കെ ഇവിടെ 1 മണിക്കൂർ അല്ലെങ്കിൽ ലേറ്റാ. എവിടെ ആ കഴിഞ്ഞു ഈ ചങ്ങായി എന്ത് കളിക്കുക. ഇത് കൂരാച്ചുണ്ട് പള്ളിയാണ്. കൂരാച്ചുണ്ട് ക്രിസ്ത്യൻ പള്ളിയാണ്. സോക്സ് വാങ്ങാൻ മുട്ടില്ല സിരിഞ്ച അഞ്ചര ആയിക്കോട്ടെ. പയ്യെ ഊഞ്ഞാലൊക്കെ മോനെ പെരിഞ്ഞ വെയിലാ സഞ്ചരിക്കാം. എന്താ ഫോട്ടോ എടുക്കാനാണ് ഞാൻ പറഞ്ഞത്. ഫോട്ടോ എടുത്തോളാം. കക്കയത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റേഞ്ച് ഇല്ലല്ലോ. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇവിടെ ഫുള്ള് അർജന്റീന കൊടിയും. ഇവിടുന്ന് 14 കിലോമീറ്റർ ഉണ്ട് കക്കയത്തേക്ക്. കോഴിക്കോട് നിന്ന് വരുമ്പോൾ ബസ്സിന് വരികയാണെങ്കിൽ ഈ ബസ്സിൽ വരും വേണം. ബസ്സിന് വരുന്നൊക്കെ ടാസ്ക് അവിടെ. നേരെയല്ല നമുക്ക് നേരെ പ്രൈവറ്റ് റേഞ്ച് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇന്റർനെറ്റ് ആയിട്ടൊരു പരിപാടി നമ്മള് ക്യാമറ മുമ്പോട്ട് വരച്ചു കൊടുക്കാൻ
പാട്ട് വേണം കുറച്ച് ചെറുതായിട്ട് പാട്ട് വേണം. മലനിരകളിലുള്ള ആലംബനമോട് മഴ പെയ്ത സെറ്റ് അതാണ് ആരും കാണാത്തൊരു വയ്യാണ്. ആരും സഞ്ചരിക്കാത്ത പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിഡൻ സ്പോട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. മോനെ വെള്ളച്ചാട്ടാണ് നമ്മൾ. അവിടെ ഇറങ്ങിയല്ലേ നമ്മള് പോയി പോയിക്കൊണ്ടിരിക്കാണ്. മല കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി മുകളിലെത്തി. ഇവിടെ വെള്ളത്തിലിറങ്ങാനാണ് പ്ലാന്. ഇവിടെ വെള്ളത്തിൽ കളിക്കാൻ എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അതിന്റെ ഫോൺ എൻ്റെ കയ്യിലില്ലേ? കൊക്ക് കളിക്കാൻ വേണ്ടി വന്നതാ. അതിന്റെ ഫാമല്ല അടിക്കണ്ടല്ലോ. നോക്കിട്ട് അടിക്കാ ബാക്കോട്ട് പോയാൽ തെറ്റിപ്പോയി. കൊണ്ടിരല്ലോ ഇനി ഇറങ്ങ.
ഇവിടെ നല്ല വ്യൂ ആണ്. ഈ വെള്ളത്തിലപ്പോൾ കുളിച്ച് വരുന്നത്. ഇതിൻ്റെ ടൗസർ ഉണങ്ങാൻ വേണ്ടിയിട്ട് ബാക്കിൽ കെട്ടിയിട്ടതാ. ഇതാണ് ശ്രീരഞ്ജി. അത് വേയിക്കൂലേ? ജിഷൊന്നും അങ്ങോട്ട് നോക്കി. ഗൈസ്, ഇവർ രണ്ടും ടീംസാണ്. രണ്ടും തമ്മിൽ മാറിപ്പോകും. പക്ഷെ എനിക്ക് മാറില്ല. ഗൈസ്, അടുത്ത് നമ്മള് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ പോവാണ്. എല്ലാരും വണ്ടി കയറാം. ഇങ്ങോട്ടൊക്കെ ശ്രീരഞ്ജ, ഇങ്ങോട്ടൊക്കെ 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 ഇവന്റെ ഒരു സാധനം തൂങ്ങി കിടക്കുന്ന ആൻസരാ കേട്ടോ. ഉണങ്ങാട്ടതാ, ഉണങ്ങാട്ടാ. ഗൈസ്, മുകളിൽ പോയിട്ട് എടുക്കുള്ളൂ. ഞങ്ങൾ പോട്ടെ, ബൈ ബൈ. കേറിക്കോ, പോവാ. സീറ്റ് ബെൽറ്റ്. വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ഫോണിലേക്ക് എനിക്ക് കിട്ടും. എന്റെ ഫോണിൽ മയില് മയില് മേലോട്ട് ഫോട്ടോ എടുക്കാൻ ആടെ എടുക്കുന്നുണ്ട്. ശരിക്കത്തെ ആള് എന്താ ഓടിപ്പിച്ചില്ല. അല്ല, ഒരു ഇതിന് കൊടുക്കുന്ന ഒരു കൗതുകത്തിന് വേണ്ടി കൊടുക്കുന്നു. പക്ഷെ സീനാണ്, ഡേഞ്ചറാണ്. ഞാൻ അറിയുന്നില്ല. വെള്ളച്ചാട്ടം വീടെടുക്കാൻ ചെന്നാ അല്ല ഡോളർ അടിക്കും. ഡോളർ അടിക്കും. മുകളിലെത്തോ ആ വളവിലേനി ആ വനത്തിനുള്ളിലേക്ക് മാലിന്യങ്ങൾ ക്ഷമിക്കരുതെന്നുള്ള കാറാണുള്ളത്. അതെടുക്കണ്ടേ നമ്മള്? അതൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അടുത്തൊരു കഞ്ഞുണ്ട് കടാണ്ട്. ഞാനെന്തെടുക്കാനാ ഈ ഇതാണ് പറഞ്ഞത് തന്നെ തന്നെ. അവിടെ ഇട്, ഇവിടെ ഇട് വണ്ടി. ക്യാമറ ഇറങ്ങി ഇറങ്ങി. ഞങ്ങളെ ഇതിലൊക്കെ പഠിക്കുന്നേ. 5 ആൾക്കാരും കൂടി വണ്ടി ബൈക്ക് യാത്രക്കാരെ ഇടിച്ച് കയറ്റുന്നതായിരുന്നു. സീരഞ്ച് സൈഡിലേക്ക് സീരഞ്ചിനെ കണ്ടു ഓടി പുറത്തേക്ക്. നാലെണ്ണോ 5 മിനിറ്റ് അക്കയത്തേക്ക് കയറുന്നുണ്ട്. ഫസ്റ്റ് എൻട്രിയിൽ എത്തിയിട്ടുണ്ട്. ഒരാൾക്ക് 75 റുപ്യാണ് ടിക്കറ്റ് വരുന്നത്. 75 അല്ലേ? 70 റുപ്യാണ് ടിക്കറ്റ് വരുന്നത്.
വിഷ്ണുവും കൂടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ. വണ്ടി നമ്പർ കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കണം. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ കൂടെ വരുന്നുണ്ട് കക്കയത്തേക്ക്. ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ വണ്ടി നിർത്തിയത് അവിടെ. ഇത് നല്ല വ്യൂ ആണ്. ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്ന തരത്തിൽ എല്ലാവരും ഇത് ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 5 പേരേ ഉള്ളൂ, വേറെ ഒന്നും ഫോട്ടോ എടുക്കാൻ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് ഫോട്ടോ എടുക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ വിഷ്ണു ഓടി വരൂ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ വണ്ടി നിർത്താൻ പറയുന്നുണ്ട്. അഡൽട്ട് 30, ചിൽഡ്രൻ 15, ക്യാമറയ്ക്ക് 50, വീഡിയോഗ്രാഫിക്ക് 600. ജീപ്പ് സർവീസ് 350 സാധനം മറ്റോടത്ത് വാങ്ങി. കക്കയന്ത്രിന്റെ അവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ 30 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അതും നമുക്കില്ലേ അല്ലാതെ തന്നെ വളർത്താം. ഫുള്ള് സാധനം തൂങ്ങിക്കെടുത്ത് ഇനി ഗൈസ് അട്ടയുടെ കളിയാണ്. ആരൊക്കെ എത്ര അട്ട ശേഖരിക്കും? ഇവിടെയൊക്കെ ഗൈസ് ആദ്യം നമുക്ക് നെറ്റ് വർക്ക് ചെയ്യില്ല, വൈഫൈ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഫുള്ള് വൈഫൈ ആയി. പക്രുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. കാണാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഇവിടെ വേക്കൻസി ഉണ്ട്. എന്ത് ക്യാൻറ്റീൻ തുടങ്ങി. ഓക്കെ, ഞാൻ ആലോചിക്കുന്നു. യെസ്, ഇവിടെ തീരെ വീട്ടിൽ പോകുന്ന ഇഷ്ടമല്ല ഒന്നുണ്ട്. വന്നപ്പോ വണ്ടി ജനുവില് പോയത് അല്ല മോനെ, ഇവിടെയൊക്കെ 1-2 ദിവസമൊക്കെ നിൽക്കാം. കൂടുതലൊന്നും നിൽക്കാൻ പറ്റൂല. എന്താ അവിടെ ലൈഫ് രീതി ഭയങ്കര വ്യത്യാസമുണ്ട്. എന്താ മോനെ നെറ്റ് മാത്രല്ല, അട്ടയോ ഇവിടെ സ്ഥലവും ഇവിടുത്തെ സ്ഥലവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇവിടെ എത്തുമ്പോഴേ വെച്ചാൽ ടൗണായിട്ട് അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്. ഇത് ഇവിടെ ടൗണിലേക്ക് പോകണം വെച്ചാൽ എത്ര പോകണം? വിഷ്ണു ടിക്കറ്റ് എടുത്ത് വരുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഓക്കെയാ. കക്കയം പാർക്കിങ്ങിലേക്ക് കാർ കയറ്റാൻ ചെറിയൊരു ടാസ്ക് ഉണ്ട്. ഒരു വിഷയമില്ല. അവിടെ പുതിയ ചങ്ങനാച്ച പേരക്ക ജമ്പ്. വ്യൂ കാണിച്ചു തരാം കക്കയം ഡാമിൻ്റെ ഒക്കെ. ഒരു വ്യൂ കാണിച്ചു കൊടുത്തോളാം. ഈ ഇതിലെ പോയിട്ട് അപ്പറാണ് ഒരു മറ്റേ നയാഗ്ര വാട്ടർഫോൾസ് പോലുള്ള ബോട്ടിങ് കാണാനുള്ളൂ അല്ലേ? ബോട്ടിങ്ങിൽ പോയാലേ കാണുള്ളൂ. ഫോട്ടോ ക്യാപ്ചർ ചെയ്യാണ്. ഡാം കാണാൻ വേണ്ടി കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്.
ഇവിടുന്ന് ഡാമിലേക്ക് 2 കിലോമീറ്റർ നടക്കാനുണ്ട്. അങ്ങോട്ട് വണ്ടിയൊന്നും കടത്തി വിടൂല, നമ്മൾ നടക്കന്നെ വേണം. ഇവിടെ KCBന്റെ സാധനങ്ങളാണ്. അതിന് കോട ആയില്ലല്ലോ. ഇതില്ലേ പോക്ക്? ആദ്യം അതിലേന് വഴി ആ ഡാമിന്റെ അടുത്ത് കൂടെ പോയിന്. അപ്പൊ അവിടെ പോയിട്ട് ലേശം ഇങ്ങോട്ട് ഇറങ്ങി വെക്കണം ഡാം കാണാൻ. പക്ഷെ 2 കിലോമീറ്റർ നടക്കണം, അതാ ഇവിടുത്തെ പ്രശ്നം. അതൊന്നും ഒരു നടത്തല്ല. നടക്കാതെ നടക്കുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല. നടക്കാത്ത അവിടെ ഇത്തിരിയെങ്കിലും നടക്കുന്നവർക്ക് പ്രശ്നമില്ല. ഇതൊക്കെ ഒരു നടത്താണ്. ഇത് സീരഞ്ചിനെ നടത്താണ്. സീരഞ്ചൊക്കെ കാല് വാങ്ങാൻ 10 കിലോമീറ്റർ അപ്പുറം വരെ നടക്കും. കക്കയം ഡാം എത്തി. ഇതാണ് കക്കയം ഡാമിൻ്റെ വ്യൂ. ഡാം ഇപ്പോൾ പൂട്ടിയിട്ടതാണ്, അതുകൊണ്ട് വെള്ളച്ചാട്ടമൊന്നുമില്ല. ഇവിടെ കോടമഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. കക്കയം ഡാം കണ്ട് കഴിഞ്ഞ് ഉരുക്കുഴി വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. ഫോണിൽ ചാർജില്ലാത്ത ഇഷ്യൂ കൊണ്ടാണ് ഇങ്ങനെ വീട് ഇങ്ങനെ കട്ടാക്കി എടുക്കുന്നത്. ചാർജർ എടുക്കാൻ വിട്ടോ വരുന്നത് വീട്ടിൽ നിന്ന്. എടുക്കുന്നില്ലേ മിന്നി പോകുന്ന കഴിഞ്ഞു മൊത്തമായിട്ട് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. അവിടെ നമ്മൾ വളർന്നു വരുന്ന യൂട്യൂബർ അല്ലേ? വളർന്നത് വീഡിയോ ഒക്കെ കട്ട് ചെയ്ത് കയറി വന്നു. അത് കേൾക്കണം. ഞാനൊക്കെ ഒരു യൂട്യൂബറാണ്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഉരുക്കുഴി വെള്ളച്ചാട്ടം വരുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി. ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഉരുക്കുഴി വെള്ളം കാണാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോകണോ, അല്ലെങ്കിൽ ചൂട് അനിയും. ഇതാണ് ഉരുക്കുഴി വെള്ളച്ചാട്ടം. ഇതേ ഇവിടുത്തെ ഒരു പാല് തകർന്നു പോയി. ഇതിന് പ്രത്യേകത ഉണ്ട്. ഇതിൽ ആൾക്കാരെ കാണാതായി പോയി ആരും പ്രശ്നമില്ല. ചാടി പാറയ്ക്ക് താഴത്ത് ഉരുള് പോലെ പൊത്ത. അതുകൊണ്ടാണ് ഉരക്കുഴി വെള്ളത്തിന് പോകുന്നത്. ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി വരെയാണ് നിൽക്കുന്നത്. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മുകളിൽക്കൂടിയാണ് അത് ഒഴുകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള് പോലെ പൊട്ടിക്കൂടിയെല്ലാം പോയിട്ട് പല ഭാഗത്തും നേരിട്ട് പോവല്ല. ഉദാഹരണം മാത്രമാണ് ഏറ്റവും താഴ്ഭാഗത്തുണ്ട് അടുത്തുനിന്ന് വലത്തോട്ട് പതുപോലെ എഴുതുന്നുണ്ടോ, അത് വേറെ വെള്ളം ഒഴുക്കുമല്ല. ഇവിടെ വീഴുന്ന വെള്ളം പാടെ പൊത്തിക്കൂടെ പോയിട്ട് തിരിഞ്ഞു വരുന്നത്. മുമ്പോട്ട് അധികം വെള്ളം ഒഴുകുന്നില്ല. അതുകൊണ്ടാണ്
ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും ഉരക്കുഴി വെള്ളത്തിൽ വീണ് പോയാൾ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു വെക്കൂടെ. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ്. പിന്നെ അപകടങ്ങൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതുവരെ ഒരു വിനോദസഞ്ചാരം അപകടത്തിൽപ്പെട്ടില്ല. പക്ഷെ വെള്ളത്താട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന് യന്ത്രങ്ങൾ വിചാരിച്ച് സഖാബ് രാജൻ്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്നു. ഈ വെള്ളമാണ് കരിയാത്തുംപാറ തോണിക്കടവിലേക്ക് ഒഴുകുന്ന വെള്ളം. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ച കാലം എത്തണമെങ്കിൽ കരിയാത്തുംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയെക്കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായിട്ട് ഈ പാറയെക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നാൽ മാത്രമേ ഇതിൻ്റെ അടിഭാഗത്ത് എത്താൻ വേറെ വഴിയൊന്നുമില്ല. ഈ പാലം ഉണ്ടായതും പാലത്തിൽ നിന്ന് കാണാൻ. പക്ഷെ പാലം പൊളിയാൻ കാരണം 2018 പ്രളയത്തിൽ കക്ക അണക്കെട്ട് തുറന്നിട്ട് കാട്ടിലെ വെള്ളം കൂടി പാലം മൂടി മരത്തിൻ്റെ മുക്കാൽ ഭാഗം ഉയരത്തിൽ ഇവിടെയെല്ലാം 3 ദിവസം അഗാധമായ വെള്ളത്തിലാണ്. പിന്നെ കമ്പിവേലിയിലുണ്ടായി. വേറെ പ്രത്യേകം ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖച്ചായുടെ പാറ, നെറ്റി, കണ്ണ്, മൂക്ക്, വായി തടിച്ച് തള്ളിക്കുന്ന പാറ. ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിൻ്റെ സെൻ്ററാണ്. റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് 5 മണി വരെ മാത്രമേ ഇവിടെ ആൾക്കാർ നിർത്തുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കാം. ഞങ്ങളതുകൊണ്ട് ഉരുക്കുഴി വെള്ളച്ചാട്ടവും ഡാമൊക്കെ കണ്ട് തിരിച്ചു നടക്കുകയാണ്. ഇനി 2 കിലോമീറ്റർ തിരിച്ചു നടക്കണം. കക്കയൊക്കെ കണ്ട് ഡാമൊക്കെ കണ്ട് തിരിച്ചു പോവാണ്. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലണോ? ശാനൂരെ കടിച്ചാ ഉണ്ടല്ലേ. അപ്പോൾ വരുന്ന എനിക്ക് ഫുഡൊക്കെ വേണ്ടി നിർത്തിയതാണ്. പോസ്റ്റാണ്, കറക്റ്റ പോസ്റ്റാണ്. ഉടനെ കൈ ഓർഡർ ചെയ്തിട്ട് എത്തിയിട്ട് വന്നില്ല. ഞാൻ സർവ് ചെയ്ത് വയ്ക്കാൻ തുടങ്ങി. കൃഷ്ണനാണ് സർവ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ഞങ്ങൾ പിൻപറ്റി. ഞാൻ പറയില്ലേ, നല്ല ഹോട്ടലാണ്, നല്ല ഫുഡാണ്. ടേസ്റ്റ് നോക്കില്ല. എങ്ങനെയുണ്ട് കൃഷ്ണ? കുഴപ്പമില്ല. ഇപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ എൻ്റെ അടുക്കും പോവാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഞാൻ വന്നതും കരണ്ട് ഒരുമിച്ചായിരുന്നു.